കോതമംഗലം MA കോളേജിൽ ജീവനൊടുക്കിയ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മിച്ചി മാർപ്പുവിൻ്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മിച്ചി മാർപ്പുവിൻ്റെ മാതാപിതാക്കൾ ഇന്നലെ എത്തിയിരുന്നു. അരുണാചൽ പ്രദേശ് സ്വദേശിയും ബിടെക് 2ാം വർഷ വിദ്യാർത്ഥിയുമായ മിച്ചി മാപ്പു കഴിഞ്ഞ ദിവസമാണ് വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആവശ്യമായ ക്രെഡിറ്റ് സ്കോർ നേടാനാകാത്തതിനെ തുടർന്ന് ഇയർ ഔട്ട് ആകുമെന്ന ഭയമാണ് ജീവനൊടുക്കാൻ കാരണമെന്നാണ് സഹപാഠികളുടെ ആരോപണം. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. ആജ്ഞ, ദാരുണമായ ഒരു സംഭവമാണ്. ഒരു കുട്ടിയുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? രഞ്ജിത്ത്, ഈ മിർച്ചി മാർപ്പുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി പൊതുദർശനമാണ്. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് മാതാപിതാക്കൾ ഇന്നലെ വൈകുന്നേരം എത്തിയിട്ടുണ്ട്. അവർക്ക് വിട്ടുകൊടുക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇനി സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. കൂടുതൽ വിദ്യാർത്ഥികളുടെ മൊഴിയെടുക്കേണ്ടതുണ്ട്. കോളേജിലെ അധ്യാപകരുടെ മൊഴിയെടുക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് 2 മാസം മുൻപ് തന്നെ ഇത്തരത്തിൽ വിവിധ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. നിരവധി കുട്ടികൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ചും ക്രെഡിറ്റ് സ്കോറുമായി ബന്ധപ്പെട്ട സാധാരണയായിട്ട് മറ്റ് കോളേജുകളിലെ ക്രെഡിറ്റ് സ്കോർ 18 ആണ്. അതേസമയം ഈ കോളേജിലെ 22 ആണ്. ഇവർ അതിന് പ്രിൻസിപ്പൽ പറയുന്ന ഒരു ന്യായീകരണം പോലും അതൊരു ഓട്ടോണമസ് ബോഡിയാണ്. അതുകൊണ്ട് കോളേജിന് തീരുമാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് ക്രെഡിറ്റ് സ്കോറുമായി ബന്ധപ്പെട്ടുള്ള കാര്യമുള്ളത്. അതുകൊണ്ട് തന്നെ 22 എന്ന് പറയുന്ന ക്രെഡിറ്റ് സ്കോർ മറികടക്കാൻ പല കുട്ടികൾക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം കൂടി. ഓരോ തവണയും ഇത്തരം ക്രെഡിറ്റ് സ്കോർ മിസ്സാവുന്ന കുട്ടികൾ വീണ്ടും സേ പരീക്ഷയ്ക്ക് 6000 രൂപ വെച്ചിട്ടാണ് ഒരു വിഷയത്തിന് പേ ചെയ്യേണ്ടി വരുന്നത്. അതായത് ഈ നിരവധി വിഷയങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ സപ്ലി ഉണ്ടാകുന്ന ഒരു സാഹചര്യം മിർച്ചി മാർപ്പുവിനുണ്ട്. അതുപോലെ നിരവധി കുട്ടികൾക്ക് അത്തരം സാഹചര്യങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൂടി ക്രോഡീകരിക്കുമ്പോൾ ഈ കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും പ്രിൻസിപ്പാലിന്റെ ഭാഗത്തു നിന്നും നിരുപാധികമായ കുട്ടികൾക്ക് അനുകൂലമല്ലാത്ത ഒരു നടപടിയിലേക്ക് തന്നെയാണ് പോയിട്ടുള്ള. പല കുട്ടികളും ഇപ്പോൾ മിർച്ചി മാർപ്പു ഹോസ്റ്റൽ വിടേണ്ടുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. വാടക വീട്ടിലാണ് അയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അങ്ങനെ നിരവധി കുട്ടികളാണ് ഉള്ളത്. ഇത്തരം കാര്യങ്ങളെല്ലാം പോലീസ് കുട്ടികളുടെ മൊഴിയെടുക്കും, വിദ്യാർത്ഥികളുടെ മൊഴിയെടുക്കും, അവരുടെ അധ്യാപകരുടെ മൊഴിയെടുക്കും, പാരൻസിൻ്റെയും മൊഴികൾ എടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മിർച്ചി മാർപ്പുവിനെ സംബന്ധിച്ച് ഈ 6000 രൂപ എന്ന് പറയുന്നത് നിരവധി വിഷയങ്ങൾക്കാകുമ്പോൾ അതൊരു വലിയ തുകയാകുന്നു. അത്തരം വലിയ ഫീസ് അടച്ച് വീണ്ടും സേ പരീക്ഷ എഴുതാനുള്ള സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിലെ ആളല്ല. അങ്ങനത്തെ സാമ്പത്തിക ഭദ്രതയില്ലാത്ത പല കുട്ടികളും അവിടെ പഠിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ ഈ പറയുന്ന സാഹചര്യം അവർ അനുഭവിക്കുന്നുണ്ട്. അതിന് പരിഹാരം കാണാമെന്ന് ഇന്നലെ പ്രതിഷേധത്തിനിടയിൽ മാനേജ്മെന്റ് നടത്തിയ ചർച്ചയിൽ അത്തരത്തിലൊരു നീക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നും ഭീമമായ ഫീസ് ഈടാക്കുന്ന ഒരു നടപടിയിലേക്കാണ് ഇത്ര കാലം ഈ കോളേജ് മാനേജ്മെന്റ് നടത്തിയിട്ടുള്ളതെന്ന കാര്യമാണ് പുറത്തു വരുന്നത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ മൊഴി പോലീസ് എടുക്കും. വിദ്യാർത്ഥികളുടെ മൊഴി അടുത്ത ദിവസങ്ങളിൽ മുതൽ അതായിരിക്കും ഉണ്ടാവുക. പ്രതിഷേധത്തെ തുടർന്നും മിർച്ചി മാർപ്പുവിന്റെ മരണത്തെ തുടർന്ന് കോതമംഗലം MA കോളേജ് അവധി നൽകിയിരിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാവുക ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണമായിരിക്കും. ശരി, ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവച്ചു. കോതമംഗലം MA കോളേജ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ സർവകലാശാലയുടെ മാനദണ്ഡവുമായി മുന്നോട്ട് പോകാമെന്ന് കോളേജ് മാനേജ്മെന്റ് അറിയിച്ചതായി റോജി M. ജോൺ. വിദ്യാർത്ഥിയുടെ മരണത്തിൽ പോലീസ് അന്വേഷണം നടക്കുകയാണ്. മൃതദേഹം കൊണ്ടുപോകുന്നതിന് പ്രായോഗിക തടസ്സങ്ങളുണ്ട്. സർക്കാരിനെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളെല്ലാം ചെയ്യാമെന്നും മന്ത്രി പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.